ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യം വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളത് പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. മതി, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. നിനക്ക് ഗുണം ചെയ്യാൻ ചിലപ്പോ ഒരാളെ എഴുന്നേൽപ്പിക്കും, അല്ലെങ്കിൽ ദൈവം ഡയറക്റ്റായിട്ട് നിന്റെ ജീവിതത്തിൽ ഗുണകരമായ ചിലത് ചെയ്യാൻ പോവാ. ഇത് യോസഫ് തന്റെ സഹോദരന്മാരെ അടുക്കൽ വിളിച്ചു നിർത്തി പറയുക, നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തു. ഈ നിനക്ക് ദോഷം ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണ്. പക്ഷെ ബൈബിളിലെ സിസ്റ്റം പറയാം, ആര് നിനക്ക് ദോഷം ചെയ്താലും നീ തിരിച്ചു ദോഷം ചെയ്യരുത്. അടുത്തിരിക്കുന്ന ആൾ തൊട്ടച്ച് പറ, ആര് നിനക്ക് ദോഷം ചെയ്താലും നീ തിരിച്ചു ദോഷം ചെയ്യരുത്. ഇനി ഒന്നുകൂടെ പറയാം, നിനക്ക് ആരിൽ നിന്നെങ്കിലും ഒരു ഗ്യാസ് മുട്ടായിയുടെ ഉപകാരം ഉണ്ടായിട്ടുണ്ടായി, നീ അവന് വിരോധമായി ദോഷം ചെയ്യരുത്. മിണ്ടുന്നില്ല കേട്ടോ, സഭ സൈലന്റായി. ഇന്നാളെ ഒരു ബ്രദർ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക. പുള്ളി ആ മാസവും ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ആ മുതലാളിക്കെതിരെ സംസാരിക്കുക. പുള്ളി ചോദിക്കുക, എടാ അവനുണ്ട്, ഇങ്ങോട്ട് തന്നാൽ എന്തുവാ? ഞാൻ പറഞ്ഞു, എടാ നിന്നെ ജോലിക്ക് കയറ്റിയത് ആ പുള്ളിയുടെ ഏറ്റവും വലിയ തെറ്റ്. പാസ്റ്റർ എന്നെ വർത്താനാ പറയുന്നത്. അല്ലാതെ എന്നാ പറയുന്നത്? എടാ അവന്റെ ആ ശമ്പളം കൊണ്ട് അവന്റെ ഭാര്യയെ ആ ശമ്പളം പോക്കറ്റ് ഇട്ടുകൊണ്ട് പുള്ളിക്കെതിരെ സംസാരിക്കുക. എന്നാ നീ വിട്ടച്ച് വേറൊരു ജോലിക്ക് പോ. അത് പോകത്തുമില്ല, കാരണം ഇവന് പോയാൽ ഇതിന്റെ 4-1 ശമ്പളമുള്ള ജോലിയെ കിട്ടത്തുള്ളൂ. അനുഗ്രഹം പോകുന്ന എവിടാന്നറിയോ? നിന്നെ ഒരിക്കലെങ്കിലും നിനക്കൊരുത്തൻ ഗുണം ചെയ്താൽ നീ അവന് വിരോധമായി സംസാരിക്കരുത്. അത് തെറ്റാണ്, നിന്റെ സ്വർഗരാജ്യം വരെ നഷ്ടമാവും. ഇപ്പം ചെറിയ സ്തോത്രത്തിനൊക്കെ മാറ്റം വരുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, ആര് ദോഷം ചെയ്താലും തിരിച്ചു ദോഷം ചെയ്യരുത്. നിനക്കാരെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവന് ദോഷം ചെയ്യാൻ പാടില്ല. ചെയ്താൽ എന്തുവാ കുഴപ്പം? നീ ഇങ്ങനെ തന്നെ കിടക്കും. കുറച്ചുകൂടെ അതമ്പതിച്ച് നീ കൈയടിക്കും. കുറച്ചുകൂടെ സാത്താനാന്ന് പറഞ്ഞ് നീ അഴിച്ചോണ്ടിരിക്കും. ചാകുന്നിടം വരെ അഴിയത്തുമില്ല, വിടുതൽ കിട്ടത്തുമില്ല. സ്തോത്രം. പിന്നെയും പോയല്ലോ. പിന്നെ ദൂതിലോട്ട് വരാം. യോസഫിനുണ്ടായ എതിരെന്തുവാ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, നമുക്കൊരാൾ ദോഷം ചെയ്താൽ തിരിച്ച് ദോഷം ചെയ്യാനൊരു അവസരം നമ്മൾ കിട്ടിയാൽ ചെയ്യുമോ ചെയ്യത്തില്ലയോ? ഇപ്പം നിങ്ങളുടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒന്നല്ല, നിന്റെ മനസാക്ഷിയുടെ കോടതിയായിപ്പോ. നിങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സിലാകത്തോണ്ടാന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കെതിരെ ഒരാൾ ദോഷം ചെയ്യും, തിരിച്ച് ദോഷം ചെയ്യാനൊരു ഗോൾഡൻ ചാൻസ് നിങ്ങളുടെ മുമ്പിൽ കിട്ടിയാൽ നിങ്ങൾ അവർക്ക് ദോഷം ചെയ്യുവോ ഇല്ലയോ? ഞാൻ പണ്ട് 18 വർഷം മുമ്പ് ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ പോയി. ഒരു വീട്ടിലെ യോഗമാണ്. കാര്യം അവർ വീട് വെച്ചിട്ട് ആദ്യമായിട്ട് നടത്തുന്ന പ്രാർത്ഥന ഹൗസ് വാമിങ്ങിന് എനിക്ക് പോകാൻ പറ്റാൻ പ്രസംഗിക്കാൻ വിളിച്ചേക്കാം. അപ്പോൾ അവിടെ യോഗം നടക്കുക. അപ്പം ഞാനിവിടെ ചെല്ലുമ്പോൾ ഒരു പ്രാർത്ഥന കേട്ടോണ്ടാണ് ഞാൻ കയറുന്നത്. ഞാൻ കയറിയപ്പോൾ അവിടെ ഒരു ആൻറ്റി പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഈ വീട്ടിൽ ന്യായവിധി വരുത്താതെ കാക്കുന്നത് കൊണ്ട് സ്തോത്രം. അപ്പം ഞാൻ അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ പുതിയ വീട്ടിൽ എന്തുവാ ന്യായവിധി? അത് ആൻറ്റിക്ക് ഇവിടുത്തെ അച്ഛനോട് ഇച്ചിരി കല്ലിപ്പോട്ട് അതിന് പ്രാർത്ഥിച്ചാന്ന് പറഞ്ഞു. ചോദ്യം, അനുഗ്രഹം കയ്യടിയിലല്ല, മറുഭാഷയിലല്ല. തന്നെ എത്ര ദ്രോഹിച്ചിട്ടും തനിക്ക് ഉന്നത പദവി കിട്ടിയപ്പോഴും സഹോദരങ്ങളുടെ അവസ്ഥ കണ്ട് പൊട്ടിക്കരയുന്ന യോസഫ്. വലിയ പാടായതിന്.
പക്ഷേ ഞാൻ 24 മണിക്കൂറും വന്നിട്ട് കൈയടിച്ചോണ്ടിരിക്കുക, അനുഗ്രഹം വരട്ടെ. വെറുതെയാ. ഇനി യോസഫിനോട് ചെയ്ത അനീതി എന്തുവാ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ഇത്രയൊക്കെ നന്നായപ്പോൾ ഇത്ര അനുഗ്രഹം കിട്ടിയെങ്കിൽ കുറച്ചുകൂടെ നന്നായ എന്തുമായിരിക്കും? അടുത്തിരിക്കുന്ന ആളത്ത് കൈ കൊടുത്ത് കുറച്ചുകൂടെ നന്നാവോന്ന് ചോദിച്ചേ. നിനക്കെതിരെ ഒരുത്തൻ ദോഷം ചെയ്തു. അന്ന് നിനക്ക് പൈസയും ഇല്ലായിരുന്നു, കഴിവില്ലായിരുന്നു, നിന്റെ പിള്ളേർ കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ്. ഇപ്പം മൂത്തവൻ എഞ്ചിനീയറായി, രണ്ടാമത്തവൻ ദൈവത്തിന് സ്തോത്രം അടുത്ത ഡോക്ടറായി, മൂന്നാമത്തവൾ അമേരിക്കയിലാണ്. ഇപ്പം നിനക്ക് ആസ്തിയായി. അവസരം കിട്ടിയാൽ തിരിച്ചു ചെയ്യുമോ എന്നാ ചോദ്യം. അതുകൊണ്ട് ആരും മിണ്ടുന്നില്ല. പണ്ടെന്നെ ഇവള് പൊരിപ്പിച്ചതാ, ഞാൻ വിടുകയല്ല, പിടിച്ചോണ്ടിരുന്നു, ഇങ്ങനെ തന്നെ കിടക്കും. യോസഫിനോട് ചെയ്തേ കേട്ടോണം. ഈ പല ചെയ്ത്തും സഹിക്കാം. ഈ രക്തബന്ധങ്ങളുടെ ചെയ്ത്താ നമുക്ക് ഒട്ടും. ചിലർ പ്രാർത്ഥിക്കുമെങ്കിലും സ്വഭാവത്തിനൊന്നും വലിയ മാറ്റമൊന്നും അത് ഉള്ള കാര്യം തുറന്നു പറയാം. സ്വന്തം സഹോദരന്റെ ഉടുപ്പ് അവർ ഊരിയെടുത്തു. സ്വന്തം സഹോദരന്റെ കയ്യിൽ അപ്പപ്പൊതി പിടിച്ചു വാങ്ങിച്ചു. എന്തിന്? സ്വന്തം സഹോദരനെ വിറ്റ ക്യാഷ്. അപ്പോൾ യോസഫ് കെഞ്ചുവാ, എന്നെ വിൽക്കല്ലേ. അപ്പം സഹോദരങ്ങൾ പറയാം. പക്ഷെ ഞാനൊരു ദൂത് പറയാം. അപ്പോഴും യോസഫിന്റെ പ്രാർത്ഥന ഇവരെ അനുഗ്രഹിക്കണേന്നാ. ഒരാമയും വരുന്നില്ല. നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീ. ഈ നമ്മളതിനെ വേറൊരു ധ്വനിയിലാക്കുക. എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ പ്രാർത്ഥിച്ച് വെളുപ്പിക്കും. അതേത് പുസ്തകം? സാത്താൻ്റെ പുസ്തകം 7-ാം 4-ാം വാക്യം. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അങ്ങനെയില്ല. ഈ ചിലർ പറയും, എന്നെ ഉപദ്രവിച്ചാൽ നിന്റെ വീട്ടിൽ ഇടി വെട്ടും. എന്നെ ഉപദ്രവിച്ച ആരുടെ വീട്ടിൽ ഇടി വെട്ടി ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ ആരെങ്കിലും ഉപദ്രവിച്ചവരുടെ വീട്ടിൽ ഇടി വെട്ടിയോ? ആക്സിഡൻ്റ് ഉണ്ടായോ? അല്ല. ഇതൊക്കെ നമ്മുടെ ഒരു 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 കൊള്ളാത്ത മനസ്സിൽ നിന്നുള്ള ചിന്തയാണ്. അവരുടെ വീട്ടിൽ കൊച്ചിന് അസുഖം വന്നാ എനിക്കല്ലേലും അറിയാം, എന്നെ ദ്രോഹിച്ചേൻ്റെയാ. അങ്ങനെ നമ്മളെ ദ്രോഹിച്ചവർക്കല്ല ഇങ്ങനെ വരുമായിരുന്നു. കേരളം എന്നെ കത്തിപ്പോയി. എന്നെ ഉപദ്രവിച്ചവർക്കെല്ലാം പുഷ്ടി വന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനിയും പുഷ്ടി വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ഇത്രയും നന്നായപ്പോൾ ഇത്രയും ഗുണമുണ്ട്. കുറച്ചുകൂടെ നന്നായാൽ സ്വയം നന്നാകണം. ഞാൻ ചർച്ചിൽ വന്ന് പാസ്റ്റർ നന്നാക്കിക്കോ, അങ്ങനെ നന്നാക്കുന്ന പരിപാടി എൻ്റെ കയ്യിലില്ല. വചനം കേട്ട് സ്വയം നന്നാകണം. ആമി പ്രാർത്ഥിച്ച് സ്വയം നന്നാകണം. ആരാധനയിൽ സ്വയം നന്നാകണം. അവിടെയാണ് അനുഗ്രഹമുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. 1, അവൻ്റെ ഉടുപ്പൂരിയെടുത്തു. 2, അവൻ്റെ അപ്പപ്പൊതി പിടിച്ചു വാങ്ങിച്ചു. 3, അവനെ വിറ്റ് കാശ് വാങ്ങിച്ചു. നിന്നെ ചിലർ വിൽക്കുക. ഒരിക്കൽ ഒരു അപ്പനും മോനും കൂടെ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററേ എൻ്റെ മോന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്നാ? അവൻ്റെ ഹൃദയം ശരിയല്ല. ഉടനെ മോൻ എന്നോട് പറയുക, എൻ്റെ അപ്പനാ പറയുന്ന ഹൃദയം ശരിയല്ലെന്ന്. പാസ്റ്റർ പ്രാർത്ഥിച്ച് പറ, എൻ്റെ ഹൃദയം ശരിയാണോ? ഞാൻ ചോദിച്ചു, അപ്പ അങ്ങനെ എന്നാ പറഞ്ഞേ? പാസ്റ്ററേ, എൻ്റെ വീട് വിൽക്കാൻ ഇവനെ ഞാൻ ഏൽപ്പിച്ചു. ആ വീട് വിറ്റതിന് 24 ലക്ഷം അവൻ കമ്മീഷൻ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു, നിന്നെ കൊള്ളാം, വളർത്താൻ കൊള്ളാം. സ്വോത്രമൊക്കെ പോയല്ലോ, വല്ല കുഴപ്പമുണ്ടോ? പോട്ടെ. ഇവിടെ എന്താ നിങ്ങൾ പഠിക്കണ്ടേ? സ്തോത്രം. ഹൃദയത്തിൻ്റെ ഇരിപ്പ് നന്നായില്ലെങ്കിൽ നിനക്ക് ദോഷമേ വരൂ, ഗുണം വരികയില്ല. ഇന്ന് ചിലരെ ഗുണം പിടിക്കാനുള്ള വഴി പറഞ്ഞു തരിക. നോക്കി, അവന്റെ ഉടുപ്പ് ഊരിയെടുത്തു, അപ്പപ്പൊതി പിടിച്ചു വാങ്ങിച്ചു, അവനെ കാശിന് വിറ്റു. പക്ഷെ ദൈവം 3 യോസഫിന് തിരിച്ചു കൊടുത്തു. യോസഫ് ഒരു ഉടുപ്പിട്ടു, അത് സഹോദരങ്ങൾ ഊരിച്ചു. യോസഫ് മറ്റൊരു ഉടുപ്പിട്ടു, അത് പൊത്തിഫറിന്റെ ഭാര്യ ഊരിച്ചു. യോസഫ് വേറൊരു ഉടുപ്പിട്ടു, അത് കാരാഗൃഹ പ്രമാണി ഊരിച്ചു. യോസഫ് വേറൊരു ഉടുപ്പിട്ടു, അത് രാജാവ് ഇടിയിച്ചതാ, അത് ആരും ഊരിച്ചില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിന്റെ വസ്ത്രത്തോടെ പിടിവഴിയെങ്കിൽ ആർക്കും തൊടാൻ വയ്യാത്ത വിശേഷ വസ്ത്രം. അതെന്ത്
സ്തുതി എന്ന മേലാട അത് നിന്നെ അണിയിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്.